In next 5 years, Shopifyയുടെ കോമ്പറ്റീറ്റർ വാട്സാപ്പ് ആവും. വാട്സപ്പിലൂടെ മാത്രം നമ്മളൊരു 80,000 സെയിൽസ് 1 day ഫുൾ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വാട്സപ്പിൽ നിന്ന് നീച്ചിട്ടില്ല. It was too hectic. It is not hectic anymore. ജൂലൈ ഓഗസ്റ്റിൽ NRIs വരും. ഹലോ ഗൈസ്, വീണ്ടും അടുത്ത എപ്പിസോഡ്. ഇത് തൊട്ടിട്ട് ഞങ്ങൾ നമ്മളെ കണ്ടന്റ് കുറച്ച് മാറ്റാണ്. വി ആർ ഗോയിങ് ടു ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് സ്റ്റോർ ഓണേഴ്സ് സോ ദാറ്റ് യു നോ എങ്ങനെയാണ് ഇവരെ ജേർണി, എങ്ങനെയാണ് ഇവരൊരു ഓൺലൈൻ സ്റ്റോറിലേക്ക് എത്തുന്നതെന്നും എങ്ങനെയാണ് തുടങ്ങുന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നുവെന്നും എന്തൊക്കെ റോഡ് ബ്ലോക്കുകൾ അതിൻ്റെ അകത്ത് വന്നു എന്നും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഫർഹാൻ RFAbayas.com എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ സ്റ്റോർ നടത്തുകയാണ്. കോഴിക്കോടാണ് സ്റ്റോറിന്റെ ലൊക്കേഷൻ. നമ്മൾ അവരെ സ്റ്റോറിൽ ഇരുന്നിട്ടാണ് കംപ്ലീറ്റ് സാധനം ഷൂട്ട് ചെയ്യുന്നത്. ജിയോജിത്ത്, മണപ്പുറം ഫൈനാൻസ്, ലോജിക് സ്കൂൾ, ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? ബ്ലൂ സ്റ്റീക്ക് എന്ന മാർക്കറ്റിംഗ് ഏജൻസി, 12 രാജ്യങ്ങൾ, 120-ൽ പരം ക്ലയൻസ്. ഇതാണ് ബ്ലൂ സ്റ്റീക്ക് എന്നുള്ള ഏജൻസി വർക്ക് ചെയ്ത ഡീറ്റെയിൽസ്. ഇവരെ കൂടെ നിങ്ങൾക്കും പഠിക്കാം. അവരുടെ അക്കാഡമി ലോഞ്ച് ആയിട്ട് നിങ്ങളൊരു ടീഷർട്ട് സോഴ്സ് ചെയ്യുന്നത് തൊട്ട് സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കാനും ആമസോണിൽ സെല് ചെയ്യാനും എല്ലാത്തരം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും പഠിപ്പിച്ചു തരുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഫർഹാൻ, ഹായ്, വെൽക്കം ടു ദ ഷോ. അപ്പോ ഈ താങ്ക് യു നടിക്കണ്ട. ഈ എപ്പിസോഡിന് ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരാളെ ഈ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. കാരണം എനിക്കൊന്ന് 4ാം ക്ലാസ് തൊട്ടിട്ട് അല്ലേ, 4ാം ക്ലാസ് തൊട്ടിട്ട് നമ്മള് +2 വരെ ഒരുമിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹരണ്ട്. കൂടെ പഠിച്ച ഒരാളെ ഇ-കൊമേഴ്സ് സ്റ്റോറിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ എനിവേസ്, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഫർഹാൻ, നമ്മൾ എപ്പോഴും തുടങ്ങല് സ്റ്റഡീസ് ജസ്റ്റ് ബ്രീഫായിട്ട് തുടങ്ങും. വേർ ഡിഡ് യു സ്റ്റഡി ആൻഡ് കോളേജ് കഴിഞ്ഞിട്ട് ഉള്ള ജേർണിയാണ് നമ്മൾ കാര്യമായിട്ട് കവർ ചെയ്യാൻ പോണത്. സോ ഓവർ ടു യു ഫർഹാൻ, ആ ജേർണി പറയൂ. സ്കൂൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു? അത് കഴിഞ്ഞിട്ടുള്ള കഥ എനിക്കറിയില്ല. +2 വരെ ദേവപുരത്തായിരുന്നു. ദേവപുരം കഴിഞ്ഞ് പിന്നെ ഡിഗ്രി BCom അത് ദേവഗിരി കോളേജ്, സെന്റ് ജോസഫ് മെഡിക്കൽ കോളേജിലുള്ള കാലിക്കറ്റാണ്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കണം എന്നാണല്ലോ. മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ ഒരു 6 മാസം ഉണ്ടായിരുന്നു. അത് നോർമൽ പരിപാടിയാണ്. അതായത് ഡിഗ്രി കഴിഞ്ഞാല് MBA എടുക്കുക, പണിയൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പൊ ഈസിയസ്റ്റ് ഓപ്ഷൻ വേഗം പോയിട്ട് മാസ്റ്റേഴ്സ് MBA എടുക്കുക. അങ്ങനെ ബാംഗ്ലൂരുള്ള IIPM എന്ന് പറഞ്ഞ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തു. IIPM കാലത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു. അതെ. എന്തായിരുന്നു? സുബ്രതോ ചാറ്റർജിയോ അങ്ങനെ ഒരു ചാറ്റർജി, ഞാൻ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. ഒരു ഫൗണ്ടർ മൂപ്പര് സ്ഥിരമായിട്ട് ഫുൾ പേജ് ആഡ് എന്തൊക്കെ ഒരു പ്രശ്നം വന്നു. അതെ, അവരെ കോളേജിന് അവരെ സിലബസിന് എന്തോ ഒരു ഇഷ്യൂ വന്നു. പിന്നെ അവര് ക്ലോസ് ചെയ്തു പോയി. പക്ഷെ അതൊന്നും ഞാൻ പഠിക്കുന്ന സമയത്തല്ല. ക്ലോസിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു 2014 ആ ഒരു സമയത്താണ് ക്ലോസിംഗ് തോന്നുന്നു. കറക്റ്റ്. അങ്ങനെ അതെനിക്ക് അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ഒരു സമയത്തായിരുന്നു നമ്മളെ ഫ്രണ്ട്സ് പർവേസ് ഒക്കെ ലണ്ടനിലേക്ക് പോയത്, UK. അതെ, UK ട്രെൻഡ്. അന്നപ്പം ഇവിടെ മാസത്തില് ഒരു 10,000 rupees എപ്പോഴും പാരന്റ്സിന്റെ അടുത്തുനിന്ന് വാങ്ങണം എന്നുള്ള ഒരു ട്രെൻഡും, UK പോയാല് സ്വന്തമായിട്ട് പഠിച്ച്, അതായത് സ്വന്തമായി അധ്വാനിച്ച് അതിന്റെ കൂടെ നമുക്ക് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കൺസെപ്റ്റും. അതപ്പം അതിലേക്കായിരുന്നു എന്റെ കണ്ണ് ശരിക്കും. കാരണം ഈ മാസത്തിൽ ഈ പൈസ വാങ്ങാൻ ഒരു മടിയിട്ടുണ്ടായിരുന്നു പാരന്റ്സിന്റെ. കറക്റ്റ്. അങ്ങനെ ഞാൻ പർവേസുമായിട്ട് കണക്ട് ചെയ്തു. അവിടെയുള്ള ഒരു കോളേജിൽ എൻറോൾ ചെയ്തു. അങ്ങനെ IELTS അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ കോഴ്സ് ഈ 6 മാസത്തിന്റെ അടുക്ക് IELTS അങ്ങനെ ഇതിന്റെ പ്രൊസീജിയറൊക്കെ, അതായത് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ UK പോകാൻ, അതൊക്കെ കൂടെ കൊണ്ടുപോയി 6 മാസത്തിന്റെ അടുക്ക് എന്ത് ചെയ്യും, UK സാധനം സെറ്റാക്കി അവിടുന്ന് റിസൈൻ ചെയ്തു. അവിടുന്ന് സ്റ്റഡീസ് നിർത്തി.
നിർത്തിയിട്ട് പിന്നെ നിർത്തിയപ്പോ പിന്നെ ഫീസൊക്കെ എന്ത് ചെയ്തപ്പം ആ സമയത്ത്? ഫീസ് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റുള്ള, അതായത് ഫസ്റ്റ് സെമ്മിന്റെ ഫീ ഉള്ള അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അന്നപ്പോ അതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ മൈൻഡ് ചേഞ്ച് ചെയ്തല്ലോ. അതെ. അന്നപ്പം UK പോകാനുള്ള സംഗതി സെറ്റായി, അവിടെ നിർത്തി. പിന്നെ കുറച്ച് ടൈം ഗ്യാപ്പ് വന്നപ്പം ഞാൻ അവിടെ ഒരു ICICIന്റെ ഒരു കോൾ സെന്റർ ഉണ്ടായിരുന്നു. എവിടെ? UK-ലോ? അല്ലല്ല, ബാംഗ്ലൂർ. അപ്പൊ IELTS ഒക്കെ കഴിഞ്ഞല്ലേ, കോൾ സെന്ററിൽ പോവാ, കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി സെറ്റ് ആക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 15 ഡേയ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. 15 ഡേയ്സ് വർക്ക് ചെയ്തപ്പോഴേക്കും UK വിസ ഇഷ്യൂ ആ ഒരു സ്റ്റേജ് എത്തി, വിസ ഇഷ്യൂ ആയി. എന്നാ പിന്നെ അവിടെയും നിർത്തി, അങ്ങനെ നാട്ടിലേക്ക് വന്ന് ആ സെപ്റ്റംബർ ഇൻടേക്കില് ഞാൻ. ഏത് വർഷമായിരുന്നു അത്? 2007. ഓക്കെ. 2008 ആണ്. സോറി, 2008-ലാണ് ഞാൻ ഇത് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞത്. അതെ, 2008-ലാണ് ഞാൻ പോകുന്നത്, സെപ്റ്റംബർ ഇൻടേക്കില്. അങ്ങനെ അവിടെ പോയി MBA ചെയ്തു. MBAന്റെ കൂടെ അവിടെ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഫസ്റ്റ് നമുക്ക് എന്ത് ജോലി കിട്ടിയാലും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. കാരണം അവിടുന്ന് ഏർണിംഗ് ഉണ്ടാക്കണം എന്നുള്ള ഇന്റൻഷൻ വെച്ചിട്ടാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ പോകുന്നത്. ഫീസ് കൊടുക്കാനുള്ള പൈസയും കിട്ടും, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ലോൺ എടുത്ത് പോണോ, എങ്ങനെയാണ്? നമ്മള് പിന്നെ ലോൺ എടുത്തിട്ടായിരുന്നു പോയത്. അത് എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് പെട്ടെന്ന് പിന്നെ കിട്ടും ഇവിടെ, സാങ്ഷൻ ആവും. അന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ അല്ലായിരുന്നു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ. നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചാൽ നമുക്ക് കിട്ടാൻ എളുപ്പമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടി ടഫായത്. കാരണം ഇപ്പം എത്ര ഒരു ഡെപ്പോസിറ്റ് കാണിച്ചാലേ ഉള്ളൂ ഇത് കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ. എന്നപ്പം അങ്ങനെ UK പോയി സ്റ്റഡീസിന്റെ കൂടെ ജോലിയും ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഏറ്റവും നോർമൽ ആയിട്ടുള്ള എന്താ പറയാ ഒരു ക്ലീനിങ്, അതായത് നമ്മൾ എന്ത് ജോലി കിട്ടിയാലും നമ്മൾ എടുക്കും എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു നമ്മളെ മൈൻഡ് സെറ്റാണ്. കറക്റ്റ്. ചെലവുകൾ നടന്നു പോകണല്ലോ. അതെ. അങ്ങനെ ഫസ്റ്റ് പോയി എനിക്ക് തോന്നുന്നു 1-2 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പിന്നെ ഇതൊക്കെ എന്താ എക്സ്പെൻസസ് ഒക്കെ അവിടുന്ന് മീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവിടുന്ന് പൈസ അയക്കേണ്ട ആ ഒരു ചിന്ത വന്നിട്ടില്ല. പാരന്റ്സിനും എന്തായി ആ ഒരു ബേർഡൻ അല്ലാതായി. അതായത് നമ്മളെ സ്റ്റഡീസും നമ്മളെ എക്സ്പെൻസസും നമ്മള് ലോൺ എടുത്തതാണ്, ബാക്കി അവിടുത്തെ എക്സ്പെൻസിന്റെ പൈസ അവിടെ കിട്ടുന്നത്. അത് അവിടെ എത്തിയപ്പോഴാണ് പർവിക്കും ഈ പടി തന്നെയാണ്, പർവേസിനും ഈ പടി തന്നെയാണെന്ന് മനസ്സിലാക്കി. അതുവരെ വലിയ UK-കാരൻ. ഓക്കെ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ചെറിയ ജോലിയിൽ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്സിൽ ജോയിൻ ചെയ്തു. ആദ്യം തുടങ്ങിയ ജോലി എന്തായിരുന്നു ശരിക്കും? ആദ്യം ശരിക്ക് ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, കാർഡിഫ് ഓഡിറ്റോറിയം. അവിടെ ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടാണ്. അതായത് അവിടെ ഷോ കഴിഞ്ഞാൽ അവിടെയുള്ള ക്ലീനിങ് ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. അതെ. എന്നപ്പം അവിടുത്തെ സ്റ്റേഡിയം ഒക്കെ സെറ്റ് ആക്കുക, എന്നിട്ട് ക്ലിയർ ആക്കുക, പോവാ. അതായിരുന്നു ഫസ്റ്റ്. അത് എനിക്ക് തോന്നുന്നു ഞാൻ 1-2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അന്നപ്പോഴേക്കും എനിക്ക് വേറൊരു ഒരു ചിക്കൻ കോട്ടേജ് എന്നുള്ളൊരു സ്റ്റോർ ഉണ്ടായിരുന്നു. ഒരു ബ്രോസ്റ്റിന്റെ ഷോപ്പാണ്. അതെ അതെ. നമുക്ക് പണ്ടേ ബ്രോസ്റ്റഡ് ഭയങ്കര ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ നാട്ടില്. അതെ അതെ. അന്നപ്പം അവിടെ ജോലി കിട്ടി. അവിടെയുള്ള ഏറ്റവും രസമുള്ള പരിപാടി എന്താന്ന് വെച്ചാല്, എനിക്ക് ജോലി കിട്ടിയതിനെക്കാട്ടിലും സന്തോഷം എന്റെ കൂടെ ഉള്ളവർക്കായിരുന്നു. കാരണം ഞാൻ വരുന്ന സമയത്ത് ബ്രോസ്റ്റുമായിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവാ. അന്നപ്പോ ഇതും കാത്തിരിക്കുന്ന ഒരു ടീം വേറെ ഉണ്ടായിരുന്നു. എത്ര ആൾക്കാരുണ്ടായിരുന്നു നിങ്ങൾ ആ സമയത്ത്? നമ്മള് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ദയാപുരം മേറ്റ്സ് ഒരു 5-6 ആൾക്കാര് മിനിമം ഉണ്ടായിരുന്നു. അതായത് സനസ്, ഷാരിഖ്, പിന്നെ പറവി, പിന്നെ നമ്മളെ സീനിയർ അമല് ദയാപുരം അല്ല, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ. അങ്ങനെ അതൊരു രസമുള്ള ടൈമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും ഡെയിലി വേജസ് ആയിട്ടാണോ കിട്ടുക? ഇത് ഞാൻ ഉള്ള സമയത്ത്, അതായത് 2008 പെർ അവർ ആണ് അവിടെ, പെർ അവർ പേ ആണ്. അതായത് 1 hourന് ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഇത് ചെയ്തത് 5 pounds ആണ്. നമ്മള് അല്ലാത്ത സ്ഥലത്ത് വർക്ക് ചെയ്യുന്നേരം 4 pounds ആണ് കേട്ടോ. നമുക്കൊരു ഡെയിലി ഒരു 6 hours അല്ലെങ്കിൽ 5 hours ജോലി എന്തായാലും ചെയ്യാനുള്ള. അപ്പൊ 25 to 30 pounds കിട്ടും. അപ്പൊ ചെലവ് എത്ര വരും? ചെലവ് അപ്രോക്സിമേറ്റ്ലി 400 pounds ഉള്ളിൽ നമ്മളെ മന്ത്ലി ചെലവ് കഴിഞ്ഞു പോകും.
അതായത് അപ്പൊ കുറച്ച് ബാക്കി വെക്കാനുണ്ടാവും. അതെ, എന്തായാലും ബാക്കി അധികം പിന്നെ മാഞ്ഞാരം കൊഞ്ചില്ലെങ്കിൽ ഇല്ല. ഓക്കെ, അതെ, അധികം എക്സ്പെൻസ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ഒരു 100 പൗണ്ടെങ്കിലും 100 പൗണ്ട് ബാക്കി ഉണ്ടാവും, സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ഏർണിങ്സിൽ ഞാൻ പോകുന്ന സമയമാണ്. നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, 20 hours ഉള്ളൂ വീക്ക്ലി വർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റുഡന്റ് ആയതുകൊണ്ട് സ്റ്റുഡന്റ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ. എന്തായാലും അവേഴ്സ് ഞാൻ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവേഴ്സ് ചിലപ്പോൾ കുറച്ച് ഓവർ ടൈം അങ്ങനെയൊക്കെ എടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ UK 1.5 years ഉള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നോ? അത് MBA in HR and Finance ആണ് എടുത്തത്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞു. അത്യാവശ്യം ഒരു ആവറേജ് മാർക്കിൽ അവിടുന്ന് ഡെസിറ്റേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് പാസ്സായി. അത് കഴിഞ്ഞേരെ ആ ഒരു സമയത്ത് കഴിഞ്ഞ് 1.5 വർഷം ഞാൻ പിന്നെ അവിടെ നിന്നു കോഴ്സ് കഴിഞ്ഞേരം. പിന്നെ അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനായി. അങ്ങനെ ഫുൾ ടൈം വർക്ക് ചെയ്യാറുണ്ട്. ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് ടെസ്കോ, ഒന്ന് അസ്ഡ, 2 സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് 3 years അടുത്തായ സമയത്ത് പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു റിയാദിൽ. അപ്പം അവര് പറഞ്ഞു അവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നിങ്ങൾ റിയാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ. അപ്പൊ പെർമനന്റ് ജോലി ആയപ്പം എത്രയായി പെർ അവർ പൗണ്ട്? ഇത് കൂടിയോ? അത് അവേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ അവേഴ്സ് ഇല്ല, പേ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ നമുക്ക് കൂടുതൽ അറൌണ്ട് 40 hours വർക്ക് ചെയ്യാം. 40 or above എത്ര എന്ന് വെച്ചാൽ നല്ലോണം വർക്ക് ചെയ്യും. ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എടുത്താൽ ഡബിൾ പേ ആയിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല ഒരു പേയ്മെന്റ് കിട്ടും. ഏത് ജോലിയാണെങ്കിലും അത്യാവശ്യം പേയ്മെന്റ് കിട്ടും. നമ്മള് പിന്നെ മിതമായ രീതിയിൽ അവിടെ ജീവിക്കുകയാണെങ്കിൽ. അതെ അതെ, കുറച്ച് ഏർണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിയാദിലേക്ക്, അതായത് നാട്ടിൽ വന്നു പിന്നെ റിയാദിലേക്കുള്ള വിസ പ്രോസസ്സിങ് അതിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ വന്ന് ഡിസംബറിൽ വന്ന് ഫെബ് ആയപ്പോഴേക്കും ഫെബ്രുവരി 2011 ആണെന്ന് തോന്നുന്നു. ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ റിയാദിലേക്ക് പോയി. അവിടെ കുറച്ച് കുറച്ച് സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. ഫസ്റ്റ് 6 months അങ്ങനെ ജോലിയൊന്നും സെറ്റായില്ല. അത് കുറച്ച് ഇന്റർവ്യൂസിനൊക്കെ പോയി. പക്ഷെ അവിടെ എപ്പോഴും ഫസ്റ്റ് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് നമുക്ക് മറ്റ് ഹൈപ്പർ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് സൈഡ് ജോലികളാണല്ലോ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹൈപ്പർ മാർക്കറ്റിൽ HR പൊസിഷൻ, HR അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ 1.5 വർഷം അവിടെ വർക്ക് ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ മനസ്സിൽ ബിസിനസ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു സ്പാർക്ക് ഉള്ളിലുണ്ടായിരുന്നു. സ്പാർക്ക് അപ്പേ ഉണ്ട്, മൈൻഡിലുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 1.5 വർഷം വർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് തോന്നി, ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർ. അതായത് ഇതല്ല ഞാൻ നോക്കുന്നത്, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു കസിൻ്റെ ഒരു IT കമ്പനി ഉണ്ടായിരുന്നു. എന്നപ്പോൾ അവര് നടത്തുന്ന കമ്പനിയാണ്. എന്നപ്പം അവരുടെ അടുത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു അവരുടെ കൂടെ. അതായത് പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഒരു ഗ്രോയിങ് കമ്പനിയാണ്. അപ്പൊ എല്ലാം ചെയ്യണം. അതപ്പോ ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റാളേഷന് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ഫീൽഡും, ഫൈനാൻസ് നമ്മൾ നോക്കണം, അങ്ങനെ ഉണ്ടല്ലോ. അതായത് ഒരു ഗ്രോയിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ആസ്പെക്റ്റും അറിയും. നമ്മൾ അതിന്റെ സെയിൽസ് സൈഡ് അറിയും, നമ്മൾ അതിന്റെ പർച്ചേസിങ് സൈഡ് അറിയും, പിന്നെ അത് നടത്തേണ്ടത് എങ്ങനെയാണ്, ഈവൻ നമ്മൾ അതെ നമ്മൾ കൊട്ടേഷൻ സബ്മിറ്റ്. അങ്ങനെ ഞാൻ 1 വർഷം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സെഗ്മെന്റും നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോഴത്തെ അതിന്റെ അകത്തെ അത് പറയുമ്പോൾ ഇപ്പോൾ ഫൗണ്ടേഴ്സ് ഓഫീസ് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. പീപ്പിൾ ആക്ച്വലി വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഫൗണ്ടേഴ്സ് ഓഫീസ്. ഫൗണ്ടേഴ്സ് ഓഫീസ് പറഞ്ഞാൽ എല്ലാ പണിയാ. വാട്ട് എവർ കംസ് ഇൻ ടേക്ക് ഇറ്റ് ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട്. ഇപ്പം പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അവരൊക്കെ ഫൗണ്ടേഴ്സ് ഓഫീസാ, അസോസിയേറ്റ് ഫൗണ്ടേഴ്സ് ഓഫീസ്. അപ്പൊ ഒരു എന്താ അങ്ങനെ ജോലിയൊന്നുമില്ല. വാട്ട് എവർ കംസ് അവർ വേ ഇറ്റ് ഈസ് യുവർ ജോബ് അണ്ടിൽ വി ഹാവ് ആ 0 to 1 സ്റ്റേജ് കഴിയുന്ന വരെ. ഓക്കെ. അങ്ങനെ അവിടെ 1 വർഷം വർക്ക് ചെയ്തു. 1 വർഷം ആയപ്പോഴേക്കും എനിക്ക് തോന്നി ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് അതിന്റെ ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ല.
എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാൻ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ കൊടുത്തപ്പം അവിടെ ഒരു പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് ആയിട്ട് പ്രൊക്യൂർമെന്റ് ഓഫീസറായിട്ട് അവിടെ ജോലി കിട്ടി. അപ്പൊ അതും IT തന്നെയാണ് ഫീൽഡ്. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവിടെ ഞാൻ കയറുന്നത്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ആ കമ്പനിയിൽ ഞാൻ ഒരു 5 years കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തു. നമ്മൾ ഡയറക്ട്ലി മാനേജ്മെന്റിന് അറിയും, നമ്മളെ മേലെ ഒരു പ്രൊക്യൂർമെന്റ് മാനേജർ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഡയറക്ട്ലി റിപ്പോർട്ടിംഗ് ടു ദ മാനേജ്മെന്റ്. അങ്ങനെ അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്ത് എനിക്കൊരു 4 വർഷമായപ്പോഴേക്കും പിന്നെയും സ്പാർക്ക്, അതെ അതെ ഇതല്ല ഞാൻ നോക്കുന്നത്, ഐ വാണ്ട് ടു സെൽ സംതിങ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് സെൽ ചെയ്യണം. ഇതിപ്പോ കാരണം ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മളെ വർക്ക് എഫേർട്ട് കൂടുതലാണ്. നമ്മൾ നല്ലോണം എഫേർട്ട് ഉണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ. കാരണം 2 ആൾക്കാരെ വെച്ചിട്ടാണ് വലിയ പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നത്. ആദ്യം ഞാൻ ഒറ്റക്കായിരുന്നു, പിന്നെ 1-2 വർഷം കഴിഞ്ഞാണ് മറ്റൊരു എന്ത് കമ്പനി ആയിരുന്നത്? അത് IT. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് പ്രൊക്യൂർ ചെയ്യുക ഡിവൈസസ്. അപ്പൊ അതിന്റെ എല്ലാം നോക്കണ്ടേ, കാരണം പ്രൊക്യൂർമെന്റ്, അതിന്റെ ഡെലിവറി അറേഞ്ച്മെന്റ്, ഇൻസ്റ്റലേഷൻ ഇല്ല, പക്ഷെ അതിന് വേറെ ടീമുണ്ട്. അതായത് പെർച്ചേസിംഗ് ടു ഡെലിവറി ഫുൾ കംപ്ലീറ്റ് നമ്മളെ PO ടു ഡെലിവറി ടു കസ്റ്റമർ നമ്മളെ ടാസ്ക് ആയിരുന്നു. അത്യാവശ്യം പെർച്ചേസസും നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര, അതായത് ചില സമയത്തൊക്കെ ഞാൻ രാവിലെ 7 പോയാൽ രാത്രി 9 വരെ വർക്ക് ചെയ്യുന്ന അത്രയും വർക്ക് ലോഡ് അങ്ങനെ ആയാലോ ഉള്ളൂ, ഇത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ അത് ഭയങ്കര ഹെക്റ്റിക് ആകാൻ തുടങ്ങിയപ്പം, അതായത് ഒരു ലിമിറ്റ് എത്തിയാലും നമുക്ക് തോന്നുമല്ലോ ഈ എഫേർട്ട് എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടാ. അതായത് നമ്മൾ ഓൾറെഡി ഫുൾ ഡേ വർക്കിംഗ് ആണ്, അത് എന്തുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെ ചെയ്തുകൂടാ എന്നുള്ള ഒരു സ്പാർക്ക് എനിക്ക് ഒന്ന് 3ാമത്തെ വർഷം തുടങ്ങിയിട്ടു. അപ്പൊ 4ാമത്തെ വർഷമായപ്പോഴേക്കും അതിന്റെ ടോപ്പ് ലെവലിൽ പീക്ക് എത്തി. 5th ഇയർ ഞാൻ വിചാരിച്ചു റിസൈൻ ചെയ്യാം, ഇനി ഇത് നടക്കില്ല എന്നുള്ളൊരു പിന്നെ സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാൻ 2018 ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു അവിടെ. അങ്ങനെ റെസിഗ്നേഷൻ കൊടുത്തു. അതിന്റെ 2018 ലാസ്റ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനെ പ്രൊഡക്ട്സ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് 2018 ഞാൻ ശരിക്കും ഷോപ്പിഫൈനെ കുറിച്ച് ഇങ്ങനെ ഓൺലൈനിൽ പഠിക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2000 അന്ന് എന്റെ വൈഫുണ്ട് റാനിയ, അവളും പിന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പാരന്റ്സ് അത്ര വില്ലിങ് അല്ല. കാരണം നമ്മൾ സേഫ് ആയിട്ട് പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ് സ്വന്തമായിട്ട് ചെയ്യാൻ. പക്ഷെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. കച്ചവടം ചെയ്യണം, അത് എന്തെന്നുള്ളത് അപ്പോഴും ഫൈനലൈസ് ചെയ്ത്. ആ സമയത്ത് ഞാന് പിന്നെ ഹിജാബ്, അബായിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഈ ആലിബാബ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ. പ്രത്യേകിച്ച് നീ സൗദിയിലും കൂടി ആയതുകൊണ്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു സൗദിയിൽ എല്ലാവരും ഹിജാബ് തന്നെ ഇടണം എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. ഹിജാബ് തന്നെ ഇടണം എന്നുള്ള അങ്ങനത്തെ റോളൊന്നുമില്ല. അവര് അബായ ഹിജാബ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ അവിടെ അല്ല മാർക്കറ്റ് നമ്മൾ കണ്ടത്. കാരണം സൗദിയിൽ നിന്ന് നിർത്തി നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. നീ കുറെ കാലം സൗദിയിൽ നിന്നതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് കൊണ്ടാണോ അത് എന്നുള്ളത് ചോദിച്ചാൽ അല്ല. കാരണം സൗദിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് അല്ല, ഒരു ഇസ്ലാമിക് പിന്നെ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു വൈഫിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് നമുക്കത് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, സപ്ലൈസ് വേണമല്ലോ. സപ്ലൈസ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് നമുക്കൊന്നും അറിയില്ല, മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ സൗദി തന്നെ സൗദിയിലുള്ള, അതായത് റെസിഗ്നേഷൻ കൊടുക്കുന്നതിന്റെ ഒരു 6 months ഉള്ളിൽ ഡിസ്കഷൻസ് തുടങ്ങി. നമ്മൾ അലിബാബ അങ്ങനത്തെ പിന്നെ വെബ്സൈറ്റ് ഒക്കെ നോക്കി ഹിജാബിന് എന്താണ് കോസ്റ്റ് വരുന്നത്, അത് നമ്മൾ കൊണ്ടുവന്നാൽ എത്ര കോസ്റ്റ് വരും, അങ്ങനത്തെ ഇതിനൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, റിസർച്ച് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വരാൻ, അതായത് വൈഫ് നാട്ടിലേക്ക്, അതായത് ഞാൻ വരുന്നതിന്റെ ഒരു 1.5 മാസം മുമ്പ് വൈഫ് വന്നിട്ടുണ്ട്. ആ ഒരു സമയമായപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ബൾക്കായിട്ട് കുറച്ച് അബായ ഏതായാലും സ്റ്റാർട്ട് ചെയ്യല്ലേ, റിയാദിൽ തന്നെ, ദമാമില്. എന്നാ പിന്നെ ഞാൻ ദമാമിലുള്ളത്. ലാസ്റ്റ് 5 years ഞാൻ ദമാമിലാണ്. അപ്പൊ അവിടുന്ന് കുറച്ച് അബായൊക്കെ വാങ്ങി, എനിക്ക് എത്ര രൂപ കറക്റ്റ് അറിയില്ല, കുറച്ച് അബായ വാങ്ങി നമ്മൾ എന്ത് ചെയ്തു നാട്ടിലേക്ക് കൊണ്ടുവന്നു. അന്നപ്പം ഫസ്റ്റ് കസ്റ്റമേഴ്സ് ഓൾവേസ് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പം നമ്മളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സർക്കിളാണ്. കറക്റ്റ്, റൈറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് നമ്മളിങ്ങനെ അബായ ബിസിനസ് തുടങ്ങാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു ഇങ്ങനെ മോഡൽസ് ഉണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ എപ്പോഴും പറയാ, യു ഫസ്റ്റ് സെൽ ടു യുവർ ഓൺ നെറ്റ്വർക്ക് ആൻഡ് ദെൻ യു വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി വർക്ക്സ്. അതെ, അങ്ങനെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അങ്ങനെ കുറച്ച് ഫാമിലി, നമ്മൾ ഇനീഷ്യൽ ബിസിനസ് ആണ്, സപ്പോർട്ട് ചെയ്യാൻ ഓഫ് കോഴ്സ് ഫാമിലി കൂടെ ഉണ്ടാവും. ഓരോരുത്തർ വാങ്ങി ആ സ്റ്റോക്ക് തീർന്നു. അപ്പൊ ഇത് 2018 ജൂൺ ആ സമയത്താണ്. അങ്ങനെ അത് 1 yearന്റെ ഇടക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന സ്റ്റോക്സ് ഒക്കെ തീർന്നു. പിന്നെ ഒരു 2000 എന്നാ ഇനിയും സ്റ്റോക്ക് വേണം. നമുക്ക് ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ചെയ്യാനാണ് ആഗ്രഹം. അതായത് നല്ല ക്വാളിറ്റി സാധനം കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിലുണ്ട്. അതായത് വെറുതെ എന്തെങ്കിലും കയറി ചെയ്യല്ല, ബട്ട് എന്താണോ ചെയ്യുന്നത്, അതെ, എന്താണോ ചെയ്യുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ചെയ്യാം. അതെ, അങ്ങനെയുണ്ട്. എന്നപ്പോ ആ ഒരു ഉദ്ദേശമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ദുബായ് നല്ല അബായ മാർക്കറ്റാണ്. ഈ 2019 ഒരു ജൂലൈ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ദുബായിലേക്ക് പോയി. ഡയറക്റ്റ് ഫ്രം സൗദി റിസൈൻ ചെയ്തു, ദുബായിലേക്ക് പോയി. സൗദിയിൽ നിന്ന് വന്നു, നാട്ടിലൊരു 6 മാസം, എനിക്കൊന്ന് 1 yearന്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് 2019 ഞാൻ ദുബായിലേക്ക് പോയി. 2019 നമുക്ക് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്, മാർച്ച് ഏപ്രിൽ. അത് ഇവിടെ, പക്ഷെ ചൈനയിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുമ്പേ 2019 ചൈനയിൽ തുടങ്ങി. അപ്പൊ ഈ സമയത്താണ് ഞാൻ ശരിക്കും പിന്നെ ദുബായിലേക്ക് പോകുന്നത്. ദുബായിൽ പോയി കുറച്ച് സപ്ലൈസിനൊക്കെ കണ്ടു, അവിടുത്തെ മാർക്കറ്റൊക്കെ നോക്കി, ഹിജാബ് അബായന്റെ ഒക്കെ മാർക്കറ്റൊക്കെ നോക്കി. അവിടുന്ന് വരുന്ന നേരം കുറച്ച് സ്റ്റോക്ക് ആയിട്ട് പോന്നു. സപ്ലയർ ഒക്കെ കണ്ട് സെറ്റാക്കി പോന്നതാണ്. കറക്റ്റ്. അങ്ങനെ പോന്നു. പിന്നെ ആ സാധനം ഓൾമോസ്റ്റ് നമ്മളൊരു 6 monthsന്റെ ഇടക്കായിട്ട് സെല് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും കൊറോണ ഹിറ്റ് ആയി. കൊറോണ ഹിറ്റ് ചെയ്ത് മാർച്ച് ഏപ്രിലായി. അതെ, 2020. അതെ, 2020. പക്ഷെ ഈ 2019 ഞാൻ പിന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ്, ഒരു 3 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കാലിക്കറ്റില്. ഈ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ജസ്ലി PT എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അവരെ 3 days വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. ഈ വർക്ക്ഷോപ്പ് സൈൻ ഇൻ ഓരോ കമ്പനിയാണോ അത് നടത്തിയത്? സൈൻ ഇൻ അല്ല, ഇത് ജസ്ലി മാർക്കറ്റർ, ദ മാർക്കറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അവരെ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഈ വാട്സപ്പിലൂടെ എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ ബിസിനസ് ചെയ്യാം, ആമസോണിൽ എങ്ങനെ സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ബേസിക് ആയിട്ട് ഒരു ഇൻസൈറ്റ് വന്നു. എത്ര 3 day വർക്ക്ഷോപ്പ് എത്രയായിരുന്നു? അതിന്റെ ഒരു കോസ്റ്റ് എത്രയായിരുന്നു? എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു 5,000 3 day, പിന്നെ ഫുൾ ഡേ 9 to 5 ആ ഒരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ അത് അറ്റൻഡ് ചെയ്തു. നമുക്ക് ഒന്നും കൂടി ആവേശമായി, കാരണം നമ്മൾ ഓൾറെഡി, അതെ, നമ്മള് പിന്നെ സാധനം കൊണ്ടുവന്നു, നമ്മള് വിറ്റു. ഇതൊക്കെ ഫസ്റ്റ് സെല്ലിംഗ് ആണ് ജീവിതത്തിൽ. ആദ്യമായി സ്കൂളിലൊന്നും വിറ്റിട്ടില്ല. ഇല്ല. ഞാൻ കുറെ വിറ്റിട്ടുണ്ട്. ഞാൻ കുറെ ഗെയിമിന്റെ CD വിറ്റിട്ടുണ്ട്. ഗെയിമിന്റെ CD, സ്പൈഡർമാനും ഫിഫയും തന്നെ. ഞാൻ നമ്മളെ സ്കൂളില് പിന്നെ ഉച്ചക്കാണ് എന്റെ കച്ചവടം. ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഏത് ക്ലാസ്. ഞാൻ എനിക്ക് തോന്നുന്നു 10th +1 +2 അത്യാവശ്യം പിന്നെ കസ്റ്റമേഴ്സ് ജൂനിയേഴ്സ് ആയിരുന്നു. നമ്മളെ ബാച്ച് അല്ല. നമ്മളെ ബാച്ചിൽ വെറുതെ കൊടുക്കേണ്ടി വരും, 5 പൈസ കിട്ടൂല. കസ്റ്റമേഴ്സ് ജൂനിയേഴ്സ് ആണ്. എനിവേസ്, അപ്പൊ ഞാൻ കുറച്ച് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിലൊന്നും ചെയ്തില്ല. ഞാൻ അതുവരെ ലൈഫിലൊന്നും വിറ്റിട്ടില്ല. ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു വർക്കിംഗ് പിന്നെ മെന്റാലിറ്റി ആയിരുന്നു എല്ലാ സമയവും. അതായത് ഹാർഡ് വർക്ക് ചെയ്ത്
പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് പോയത്. അത് നമുക്ക് പിന്നെ ഏറ്റവും ലാസ്റ്റ് 2018 ഹാർഡ് വർക്ക് അല്ല മെയിൻ, സ്മാർട്ട് വർക്ക് ആണ് ഇതിന് ആവശ്യം. അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് എന്നുള്ളത് പൂർണ്ണ ബോധ്യം നമുക്കൊരു കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അത് പലർക്കും പല സമയത്താണ് അത് കുഴപ്പമില്ല, സ്പാർക്ക് വരിക. അങ്ങനെ നല്ല ഹരത്തിൽ ഇങ്ങനെ പോകുമ്പോ കച്ചവടമൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. ദുബായിന്ന് സാധനം കൊണ്ടുവന്നു, പിന്നെ അപ്പോഴത്തേക്കും കൊറോണ അടിച്ചു. ആ സമയത്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്. കൊറോണന്റെ തൊട്ട് മുമ്പായിട്ട്, അതായത് കേരളത്തിൽ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് മുമ്പായിട്ടാണ് ഈ കോഴ്സിനും ഒക്കെ പോയത്. അത് കഴിഞ്ഞാൽ ഞാൻ ഒരു NITയും പീപ്പിൾ ഫൗണ്ടേഷനും കൂടിയും ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് EDP 1.5 monthsന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. 1.5 months ഉണ്ടായിരുന്നു, 45 days. അതെ, 45 days. അതിനും ഞാൻ അത് നമുക്ക് ഇവിടെ പീപ്പിൾ ഫൗണ്ടേഷന്റെ ഒരു ഓഫീസ് ഉണ്ട് ചേവായൂർ, അറിയില്ലേ, CG, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോ ഞാൻ അതും അറ്റൻഡ് ചെയ്തു. അത് ഫുഡ് പ്രോസസ്സിങ്ങിനായിരുന്നു. അന്നപ്പോ എന്റെ മൈൻഡിലുള്ളത് ചിപ്സ് ബിസിനസ്, ഇതൊക്കെ നല്ല മാർക്കറ്റുള്ള സാധനമാണല്ലോ. നമ്മൾ കേരളത്തില് നല്ല പ്രൊഡക്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ മറ്റ് സ്റ്റേറ്റ്സിലേക്ക് നമുക്ക് പിന്നെ സെല് ചെയ്യാൻ ചെയ്യാം. എന്നപ്പോ അതിനൊക്കെ സ്പാർക്കുള്ള സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഇതിന് പോയി ജോയിൻ ചെയ്തു. പിന്നെ ഇത് ശരിക്ക് വൈഫ് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ്. എന്നപ്പോ അവർക്ക് എന്തോ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ട് ഓക്കെ ഈ പോലെ ഞാൻ പോവാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി. കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു ഫേസിലാണല്ലോ, ലേണിംഗ് ഫേസിലാണ്. പിന്നെ അബായ അപ്പോഴും വിറ്റോണ്ടിരിക്കുന്നുണ്ട്, അബായ ഇപ്പുറത്ത് ചെയ്യുന്നുണ്ട്. എന്നപ്പോ അവിടെ പോയി, അവിടെ പിന്നെ ക്ലാസ്സിലുള്ളവരൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ അവിടെയും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. കാരണം ഞാൻ അബായ ബിസിനസ് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്, എവിടെ പോയാലും വിൽക്കാൻ തുടങ്ങി. അതെ. അങ്ങനെ അവിടെ എന്നോട് അവിടെ ഉള്ള ചോദിച്ചു, നിങ്ങൾ ഹിജാബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട്. കാരണം അന്ന് എനിക്ക് തോന്നുന്ന എന്റെ കയ്യിൽ അന്ന് പിന്നെ ഹിജാബ് ജസ്റ്റ് ഒരു 20 പീസോ അങ്ങനെ എന്തോ ചെറുതായിട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. അന്നൊക്കെ പേജ് ഇങ്ങനെ ജസ്ലിന്റെ ക്ലാസ് പോയല്ല, അന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആ പേജ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. പേജ് ഉണ്ടാക്കിയാലും അത് ആക്റ്റീവ് ആക്കുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലും എല്ലാം പുറത്തേക്ക് വരിക ആ ഒരു സ്റ്റേജ് ആണ്. അന്നപ്പോ അവർക്ക് ഞാൻ ഹിജാബ് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ എന്ത് ഇതാണ്ട് ഉള്ളത് കൊണ്ടുപോയി കാണിച്ചു. അന്നപ്പോ ഈ കളറല്ല ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേറെ കളറാണ്. അന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ കുറെ കളറുള്ള സപ്ലയറെ തപ്പിപ്പിടിക്കാൻ തുടങ്ങി. അപ്പം അത് സപ്ലയർ റിസർച്ചും കൂടിയും അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഹിജാബിന്റെ. അങ്ങനെ ഇത്രയും കാലം ദുബായിനായിരുന്നു, ദുബായിനും റിയാദിനും ഒക്കെയാണ് സോഴ്സ് ചെയ്തത്. പിന്നെ ഇവരെ ഹിജാബിന്റെ ചോദിച്ചപ്പം അവിടെ ഒരു ഹിജാബിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള ഒരു സ്പാർക്ക് എന്ത് ചെയ്ത് അവിടുന്ന് കിട്ടുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ ഹിജാബിന് സപ്ലയേഴ്സിനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി നമുക്ക് ബൈ ലക്കായിരിക്കും നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചർ എടുത്താണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് എത്തുന്നത്. ഹിജാബിന്റെ ഡയറക്റ്റ് മാനുഫാക്ചറർ. എന്നപ്പം നമുക്ക് ഞാൻ പറയല എന്താ അറിയോ, നമുക്ക് ശരിക്കും എന്തെങ്കിലും വേണമെങ്കിൽ അത് നമ്മളെ തേടി വരുമോ ഞാൻ പറയാം. ലൈക്ക് ആൽക്കമിസ്റ്റ്, ലക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലക്ക് നമ്മളെ തേടി വരും, പക്ഷെ അത് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അതെ, അത് ശരിക്കും എല്ലാവർക്കും അത് എത്തിപ്പെടാറുണ്ടോ എന്നുള്ളത്. കാരണം എന്റെ അതേ സമയം തുടങ്ങിയ സമയത്തുള്ള ആൾക്കാർ തന്നെ ഈ ഒരു മാനുഫാക്ചർ തിങ്ങിലേക്ക് എത്താതെ പോയ പല ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് മാനുഫാക്ചറർ കണ്ടു, അവരെടുത്തുനിന്ന് സാധനം സോഴ്സ് ചെയ്യാൻ തുടങ്ങി. അന്നപ്പോ എനിക്ക് നല്ല പ്രൈസിൽ കൊടുക്കാൻ ഞാൻ അന്ന് മാർജിൻ അല്ല ശരിക്ക് ഫോക്കസ് ചെയ്ത് ഇത് ബിസിനസ് തുടങ്ങാണ്, ഇത് സെല്ല് ചെയ്യാ എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പേജിൽ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു പിന്നെ ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയത് പാലക്കാട് നിന്നാണ്, ഇൻസ്റ്റാഗ്രാം ത്രൂ. അത് പിന്നെ ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ വേറെ ലെവലായി. കാരണം പിന്നെ ഇതുവരെ ഫ്രണ്ട്സും ഫാമിലിയാണ് നമ്മൾ ചെയ്തത്. നമ്മള് പിന്നെ ആ TDP NITന്റെ ആ കോഴ്സിലെ കുറച്ച് ഇതുവരെ നമ്മള് പിന്നെ കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരെയാണ് കച്ചവടം ചെയ്തത്. അതെ, പക്ഷെ ഇപ്പൊ പുറത്തുനിന്ന് ഒരു ഓർഡർ വന്നു, നമ്മൾ അറിയാത്ത ഒരു കസ്റ്റമർ. എനിക്ക് തോന്നുന്നു അവരുടെ പേര് ഷിബിലിന്നോ അങ്ങനെ എന്താ പേര് പോലും മറക്കുന്നില്ല. ഇല്ല. എന്നപ്പോ അവരെടുത്തുനിന്ന് ഓർഡർ വന്നു.
നമ്മള് പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു. പിന്നെ നമ്മള് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ബൂസ്റ്റ് പോസ്റ്റ്. യെസ്, ബൂസ്റ്റ് പോസ്റ്റ്, എക്സാക്ട്ലി. അന്നപ്പം അത് ഗ്രോ ചെയ്യാൻ തുടങ്ങി ബിസിനസ് പയ്യെ പയ്യെ. എനിക്ക് തോന്നുന്നു ഒരു 3000-4000 ഫോളോവേഴ്സിന്റെ അടുത്തേക്ക് എത്തി. ഡെയിലി ഒരു 10 ഓർഡേഴ്സിന്റെ അടുത്ത് അതിന്റെ അകത്ത് തന്നെ വരാൻ തുടങ്ങി. 5 ഓർഡേഴ്സ് ബൈ 6 months. ആ സമയത്തായിരുന്നു ഞാൻ ഷാനിനെ കണക്ട് ചെയ്യുന്നത്. ഷാൻ പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം. ഷാൻ ആ സമയത്ത് എന്തോ ഷോപ്പിഫൈ, ഞാൻ 2020 മാർച്ചിലാണ് പരിപാടി തുടങ്ങിയത്. അതെ, ഇ-കൊമേഴ്സിലേക്ക് ഇറങ്ങി. അതെ, അന്നപ്പം 2020 ആ സമയത്ത് തന്നെയാണ് അറൌണ്ടിൻ്റെത് 3000-4000 ഫോളോവേഴ്സ് ആയി. കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി, എൻക്വയറി വരാൻ തുടങ്ങി. നമ്മള് റൈറ്റ് സപ്ലയേഴ്സിനെ സോഴ്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് ഇൻവെന്ററി എനിക്ക് തോന്നുന്നു ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 10,000 rupees വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൊത്തം സാധനം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് അതായത് ആദ്യത്തേത് സൗദിയിൽ നിന്ന് എത്ര അറൌണ്ട് സിമിലർ ആയിരിക്കും. അങ്ങനെ രണ്ടാമത് ഹിജാബിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു 10,000 rupeesനാണ് നമ്മൾ എന്ത് ചെയ്ത് ഹിജാബ് ഇൻവെന്ററി എടുത്തു. അങ്ങനെ സ്റ്റോക്ക് എടുത്ത് അങ്ങനെ സെല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെല്ല് തുടങ്ങിയപ്പോ ഞാൻ ഈ ഷോപ്പിഫൈനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ കാണുന്നേരം മീറ്റ് ചെയ്യുന്നേരം എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, എങ്ങനെ ബിസിനസ് എങ്ങനെ പോകുന്നു, എങ്ങനെയുണ്ട്. നീ ഷോപ്പിഫൈനെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാൻ ഓൾറെഡി ഷോപ്പിഫൈന് 2018 ഷോപ്പിഫൈനെ കുറിച്ച് കുറച്ച് പഠിച്ചു വെച്ചിട്ട് ഇത് വെബ്സൈറ്റ് ആക്കാം എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇത് എങ്ങനെയെന്നുള്ളത് ഐഡിയ അല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ജൂണൊക്കെ ആയപ്പോ പിന്നെ ഞാൻ അതിൽ ഇരിക്കാൻ തുടങ്ങി, ഷോപ്പിഫൈ മേൽ ഇരിക്കാൻ തുടങ്ങി. ഇത് വെബ്സൈറ്റാ, കാരണം ഓർഡേഴ്സ് വരുന്നുണ്ട്. എല്ലാ ഓർഡേഴ്സും നമ്മൾ വാട്സപ്പിലാണ്, അതെ, വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടാണ് പിന്നെ എടുക്കാറ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു സമയത്ത് വാട്സപ്പിലൂടെ മാത്രം നമ്മളൊരു 80,000 സെയിൽസ് 1 day ഫുൾ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വാട്സപ്പിൽ നിന്ന് നീച്ചിട്ടില്ല. ആ ഫുൾ ഡേ ചാറ്റ് ചെയ്ത്, കാരണം നമ്മളെ പ്രൊഡക്റ്റ് ഹോട്ട് സെല്ലിംഗ് ആണ്. നല്ല ബിസിനസ് വാട്സാപ്പ് ഒന്നും ഇറങ്ങിയിട്ടില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റൂല കറക്റ്റ് ആയിട്ട്. ആ ഒരു സെയില് എനിക്ക് തോന്നുന്നു നമ്മളെന്തൊരു 180 എന്തോ ഒരു ഓഫർ ഇട്ടതാണ് ഹിജാബിന് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട്. സാധനം പിന്നെ പ്രൊമോഷൻ ക്ലിക്കായി, ഭയങ്കരമായിട്ട് ചാറ്റ് വരാൻ തുടങ്ങി. ഫുൾ ചാറ്റ് ചെയ്ത് പിന്നെ നമ്മൾ QR കോഡ് അയച്ചു കൊടുക്കും. പിന്നെ ആ കസ്റ്റമർ പേ ചെയ്തോ ഇല്ലേ പേ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, നമ്മള് ചാറ്റ് ചെയ്ത് ഫുള്ള് അയച്ചു കൊടുക്കും. ഇതാണ് ടോട്ടല്, QR കോഡ് അയച്ചു കൊടുക്കും. പിന്നെ ഓർക്ക് എപ്പോഴാണോ ഓല് പേ ചെയ്യേണ്ടത് ഓല് പേ ചെയ്ത് അങ്ങനെ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. ഭയങ്കര റഷായി. അതിന്റെ ഒരു സമയത്താണ് ഇത് വെബ്സൈറ്റ് ആക്കിയാലോ ഉള്ളു ഇനി മുന്നോട്ട് പോകുള്ളൂ, ഇത് പരിപാടി നടക്കും. കാരണം ഞാൻ അത്രയും പിന്നെ സ്ട്രെസ് ഔട്ട് ആയി. പിന്നെ ഇതൊക്കെ മാനുവൽ വർക്കാണ്. ഞാൻ എന്റെ ഫാമിലിയിലുള്ള എനിക്ക് 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ കൂട്ടിയിട്ട് പിന്നെ അഡ്രസ്സ് ഓലെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക, അഡ്രസ്സ് ഫില്ല് ചെയ്യുക. അതായത് ഇതൊക്കെ മാനുവലി ആണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ചിന്തിച്ചിട്ട് എനിക്കത് കേട്ടിട്ട് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്, അത് എത്രത്തോളം ഹെക്ടിക് ആയിരിക്കും. അതെ, അങ്ങനെ പിന്നെ ഇത് ഷിപ്പിംഗ് ചെയ്യണമല്ലോ, അത് ഓർഡർ മാത്രം റിസീവ് ചെയ്താൽ പോലെ. അങ്ങനെയുള്ളൊരു സമയത്താണ് പിന്നെ നമ്മൾ ആദ്യം കൊറിയർ പാർട്ട്ണർ ഡെലിവറി ടൈപ്പ് ആയി. അന്നപ്പോ ഈ 8th കുറഞ്ഞിട്ട് എന്തായി, പിന്നെ ടൈപ്പിംഗ് ആയി, സിസ്റ്റത്തിലായി. ഷിപ്പിംഗ് പിന്നെ നമ്മള് ടൈപ്പിംഗ് ആയി. കൊണ്ടുപോയി കൊടുക്കലാണോ അവര് വന്ന് പിക്ക് ചെയ്യും? അവര് വന്ന് പിക്ക് ചെയ്യും. ഡെലിവറി കൊറിയർ പാർട്ട്ണർ, അങ്ങനെ അത് സെറ്റ് ചെയ്തു. പിന്നെ DTDC അല്ലാതെയും കേരള നമ്മൾ മുമ്പേ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം, DTDC. പിന്നെ ഇന്ത്യ പോസ്റ്റ് ചില പിൻകോഡ്. പിന്നെ ഈ കൊറോണ ഹിറ്റ് ചെയ്തപ്പം ഡെലിവറിക്ക് കുറെ റിട്ടേൺസ് വരാൻ തുടങ്ങി. അതപ്പം പിന്നെ നമ്മളെ ഈ ബിസിനസ് ഗ്രോത്ത് ശരിക്കും ഈ കൊറോണയുടെ ടൈമിലാണ് നമ്മൾ ഗ്രോ ചെയ്യണത് ശരിക്കും. എവറി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതെ, കാരണം ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ശരിക്കും സപ്ലൈസ് ആയിട്ട് നല്ല റീച്ച് ഉണ്ടായിരുന്നു, അവൈലബിലിറ്റി ഉണ്ടായിരുന്നു.
അത് നമുക്ക് ശരിക്കും സോഴ്സ് ചെയ്ത് സപ്ലൈ ചെയ്യാൻ റൈറ്റ് ടൈമിൽ, അതായത് ആ ഒരു ടൈമിൽ ചിലപ്പം ഷോപ്പുകൾ തുറക്കുന്നില്ല, ആൾക്കാർക്ക് ഹിജാബ് വേണം. അന്നപ്പോ ആ ഒരു ടൈമിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മൾ കസ്റ്റമർ റീച്ചിൽ എത്തുന്നതും. പിന്നെ എല്ലാരും ഫോണുമേലാണ്, എല്ലാരും ഫോണാണ്. അതെ, പുറത്തിറങ്ങാറ്റില്ലല്ലോ. അന്ന് ഇന്ത്യ പോസ്റ്റ്, അതായത് കൊറോണന്റെ സമയത്ത് ലോക്ക്ഡൌൺ ആയപ്പോ ഈവൻ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിരുന്നു സർവീസ്. പക്ഷെ ഇന്ത്യ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ത്യ പോസ്റ്റ് ത്രൂ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 months നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ആക്കി. ആ വെബ്സൈറ്റിന്റെ ലേണിംഗ് ഫേസിൽ ഷാനറിയോ, ഞാൻ ഷാനെ വിളിച്ചിട്ട് എടാ ഇത് കളക്ഷൻ എന്താ ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യേണ്ടത്, എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത്. അതിൽ ഏറ്റവും പിന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്താന്ന് വെച്ചാല്, ഷാനെ ഞാൻ ഇന്നൊരു പിന്നെ ഡിഫിക്കൽട്ടി സ്റ്റേജിലാണ്, നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ട്, ഇത് വെബ്സൈറ്റ് ആക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഈ എടാ വെബ്സൈറ്റ് നാളെ മുതൽ അപ്പാക്കുന്നത്. അങ്ങനെ എൻ്റെ ഒരു ഗോ ഹെഡ്, അയ്യോ ഒന്നും നോക്കണ്ട ഈ അപ്പാക്കിയോ. അങ്ങനെ ഞാൻ ഏത് പേയ്മെന്റ് ഗേറ്റ് ചൂസ് ചെയ്യണം എന്നപ്പോ എന്നോട് റാസോർ പേ യു മണി അങ്ങനെ 2-3 ഗേറ്റ് വേന്റെ പേര് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെയും കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഞാന് അത് ചാലുവാക്കി. കാരണം വെബ്സൈറ്റ് ആകുന്നതിന്റെ വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഫുള്ളി ഫ്ലെഡ്ജ് അല്ല. പേയ്മെന്റ് ഗേറ്റ് വേ സെറ്റ് ആക്കി. പിന്നെ ഇതൊക്കെ പാരലലി ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്ത് എന്റെ എല്ലാ ഡൗട്ടും ശരിക്കും പറഞ്ഞാല് ഞാൻ ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു Feb 2021 നമ്മൾ എന്ത് ചെയ്തു, വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത പാടെ കുറെ ബഗ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ആഡ് ടു കാർട്ട്, വേരിയന്റ് സെലക്ഷൻ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. നോർമലാണ്. അതെ, അതൊക്കെ ഞാൻ ഷോപ്പിഫൈൻ്റെ തന്നെ സപ്പോർട്ടിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ക്ലിയർ. അതെ, അതായത് എനിക്ക് ഇതെങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഷോപ്പിഫൈൻ്റെ സപ്പോർട്ടിൽ കണക്ട് ചെയ്തപ്പോ എത്ര ഒരു 100 hours 100 minutes അങ്ങനെ എന്തോ ഒരു മിനിറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എല്ലാ സപ്പോർട്ടിനും. അതൊക്കെ ഫിക്സ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഫെബ് ലാസ്റ്റില് നമുക്ക് അറൌണ്ട് 70K, Feb 20th നമ്മളേറ്റോ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് ആ മാസം നമുക്ക് 70K സെയിൽസ് വന്നു. അതായത് പിന്നെ ഒറ്റ ആഴ്ച കൊണ്ട് 70K എത്തി. സെയിൽസ് സൈഡിലൂടെ വളരെ ഓർഗനൈസ്ഡ് ആയി മാറി. അതെ, എത്ര പെർസെന്റേജ് ഓഫ് സെയിൽസ് ആയിരിക്കും ഓൺലൈനിലൂടെ വന്നിട്ടുണ്ടാവും ആ സമയത്ത്? എത്ര പെർസെന്റേജ് ആയിരിക്കും എന്നുള്ളത് ഞാൻ അത്ര നോക്കിയിരുന്നാലും ഒരു 30% വെബ്സൈറ്റിലൂടെ കൺവേർട്ട് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ വെബ്സൈറ്റിൽ സെയിലായി. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് മന്ത് എനിക്ക് തോന്നുന്നു ഒരു 3K സെയിൽ വെബ്സൈറ്റ് ത്രൂ വെബ്സൈറ്റ്. എന്റെ എഫേർട്ട് മാത്രം, വാട്സ്ആപ്പ് ത്രൂ ഉള്ള എഫേർട്ട് 300K എക്സാക്ട്ലി 300K നെക്സ്റ്റ് മന്ത്. അങ്ങനെ സെയിൽസ് ഗ്രോ ചെയ്ത് തുടങ്ങി. പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പുറത്ത് സ്ട്രെസ് കുറഞ്ഞു. അതെ, കാരണം എന്റെ മറ്റേതിന്റെ ടൈം മൊത്തം വാട്സാപ്പിൽ റിപ്ലൈ ചെയ്തിട്ടാണ്, ഇൻസ്റ്റാഗ്രാം ഇതിൽ റിപ്ലൈ ചെയ്തിട്ട് നമ്മളെ ടൈം മൊത്തം പോവുകയാണ്. കറക്റ്റ്. അങ്ങനെ വെബ്സൈറ്റ് ചാലുമായി. ഞാൻ കുറെ റിലീഫ് ചെയ്തു ഈ വാട്സ്ആപ്പ് ചാറ്റ് അങ്ങനെ. കാരണം സെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്ത് നിന്ന് വരാൻ തുടങ്ങി. നമ്മള് പേജ് ഇപ്പുറത്ത് നിന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പാരലി നമ്മൾ ഗൂഗിളില് പിന്നെ രജിസ്റ്റർ ചെയ്തു. ബിസിനസ് ഗൂഗിൾ ബൈ ബിസിനസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഗൂഗിൾ ആഡ്സ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോ പിന്നെ ബൈ 2022 നമ്മൾ ഫുഡ് പ്ലഡ്ജ് പിന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്യാൻ തുടങ്ങി. അതായത് ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, അതൊക്കെ റൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ടൈമില് നമ്മളെ പേജും അതിനനുസരിച്ച് ഗ്രോ ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെയാണ്. എന്നിട്ട് അത് അപ്പം നിങ്ങൾ ആഡ്സ് മാനേജറിലാണോ ഇപ്പം പിന്നെ ആഡ്സ് ചെയ്യുന്നത്? അല്ലെങ്കിൽ മുമ്പ് നമ്മള് ബൂസ്റ്റ് പോസ്റ്റ് ആയിരുന്നു ചെയ്യാറ്. ബട്ട് ഗ്രാജുവലി നമുക്ക് പിന്നെ ഈവൻ ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിന്റെ അടുത്ത് നമ്മൾ നല്ലോണം ആഡ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യ സമയത്തൊക്കെ ആ ഒരു സമയത്തൊക്കെ അറൌണ്ട് 2000 rupees അടുത്തായിരുന്നു സ്പെൻഡ് ചെയ്യാറ്. എനിക്ക് തോന്നുന്നു 1000 ആണ് തോന്നുന്നു. 1K അടുത്ത് മന്ത്ലി ആഡ് സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. 1.5K അങ്ങനെ സ്പെൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ സെയിൽസ് വരാൻ തുടങ്ങിയല്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് റിട്ടേൺസിന്റെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അതൊരു വലിയൊരു മേജർ പ്രോബ്ലം ആയിട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. ആദ്യം നമ്മൾ പ്രീപെയ്ഡ് മാത്രമായിരുന്നു ചെയ്യാറ്. പ്രീപെയ്ഡ് ഓർഡേഴ്സ് മാത്രമായിരുന്നു. അതെ,
അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഷാനെ വിളിച്ചിട്ട്, ഷാനെ നമ്മളെന്തോന്ന് കണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് COD നീ ഏതോ ഒരു കമ്പനീന്റെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ആ ഫുട്വെയർ എനിക്കൊന്ന് ബ്ലൂടേഗ VKCന്റെ കമ്പനി എക്സാക്ട്ലി. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ നിനക്ക് എത്ര COD റിട്ടേൺസ് വരാറുണ്ട് എന്നൊക്കെ നീ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് COD ചെയ്യുന്നില്ല. അപ്പൊ എന്നോട് ഈ പറഞ്ഞ ഓർമ്മയുണ്ട്, COD ചെയ്ത് നോക്ക്, നമുക്ക് ചിലപ്പം റവന്യൂ ഡബിൾ ആകാൻ സാധ്യത ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വിതിൻ 2 to 3 days ഞാൻ COD ചാലു ആക്കി. ഈ പറഞ്ഞ മാതിരി തന്നെ COD നമുക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 50% ഓർഡേഴ്സ് COD, 50% ഓൺലൈൻ പേയ്മെന്റ് ആണ്. നമ്മൾ COD ഓർഡേഴ്സ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഡയറക്റ്റ് അയക്കായിരുന്നു, വിളിച്ചു നോക്കിയ ഒന്നും ചെയ്യാറില്ല. ആദ്യം കുറെ അയച്ചപ്പോൾ കുറെ റിട്ടേൺസ് വരാൻ തുടങ്ങി. എന്നപ്പോ ആ ഒരു എത്തിയപ്പം പിന്നെ നമുക്ക് തോന്നി ഒന്ന് കസ്റ്റമറെ വിളിച്ചു നോക്കിയിട്ട് ഇത് ഫേക്ക് കസ്റ്റമർ ആണോ ജെന്യുവൻ കസ്റ്റമർ ആണോ നോക്കിയിട്ട് അയക്കാന്ന് വിചാരിച്ചു. D2C കമ്പനീസ് എല്ലാവരും ഇതിലൂടെ പോയിട്ടുണ്ട്. അതെ. അങ്ങനെ വിളിച്ച് അയക്കാൻ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു 50% റിട്ടേൺസ് ആണെങ്കിൽ അത് നമുക്കൊരു 25 ആക്കി കുറയ്ക്കാൻ കഴിഞ്ഞു. അതെ, 25% ബേസിക്കലി നിങ്ങളാണ് ചെയ്തത്. സെയിം ആഡ് സ്പെൻഡ് ആണ്, പക്ഷെ നിങ്ങളെ സെയില് കൂടിയപ്പം വെറുതെ കിട്ടുന്ന സെയിലാണ്. പക്ഷെ അതിന്റെ അകത്ത് 50% റിട്ടേൺസ് വന്ന്. കാരണം അപ്പൊ അവിടെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒരു കാര്യമില്ല, ഷിപ്പിംഗ് ചാർജ്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ കസ്റ്റമേഴ്സിനെ വിളിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് അത് പകുതിയാക്കി മാറ്റാൻ പറ്റും. അതെ, വിളിച്ച് കൺഫേം ചെയ്യാൻ തുടങ്ങി. ബൈ ദാറ്റ് ടൈം നമ്മൾ വാട്സപ്പിലൂടെ ഓർഡർ എടുക്കുന്നത് നിർത്തി. വാട്സപ്പിലൂടെ ജസ്റ്റ് ക്വയറീസ് ആൻസർ ചെയ്യാന്നല്ലാതെ കംപ്ലീറ്റ് ഓർഡേഴ്സ് നിങ്ങൾ അതിലൂടെ തന്നെ പ്ലേസ് ചെയ്യണം. ഓർഡേഴ്സ് വെബ്സൈറ്റിലൂടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജ് എത്തി. എന്നാ വേറൊരു സാധനം പറഞ്ഞുതരാം. സോക്കോ പോലത്തെ കമ്പനികള് കാറ്റലോഗ് സെറ്റ് ചെയ്യാം വാട്സാപ്പിൽ തന്നെ കസ്റ്റമർക്ക് ആക്ച്വലി ഫുൾ പ്രോസസ് ചെയ്യാം, ഇൻക്ലൂഡിങ് പേയ്മെന്റ്. അതായത് വാട്ട് ഐ ബിലീവ് ഇസ് ഇൻ നെക്സ്റ്റ് 5 years ഷോപ്പിഫൈന്റെ കോമ്പറ്റീറ്റർ വാട്സാപ്പ് ആവും. അതിനൊരു വാട്സാപ്പ് മാർക്കറ്റിംഗ് ടൂൾ യൂസ് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ അകത്ത് എന്തിനത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കസ്റ്റമേഴ്സിന് ഭയങ്കര ട്രസ്റ്റാണ്. അതായത് വാട്സാപ്പിൽ നിങ്ങളെ നേരെ കോണ്ടാക്ട് ചെയ്യാലോ. അപ്പൊ അതിന് ഓട്ടോമേറ്റഡ് ഫ്ലോസ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ, ഈ ക്വസ്റ്റ്യൻ വന്നാൽ അതാണ് ആൻസർ. പിന്നെ അതിനകത്ത് ChatGPT കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഓൾറെഡി വാട്സാപ്പ് മാർക്കറ്റിംഗ് ടൂൾസിൽ ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അല്ല, ഒരുവിധം ഐ എം ഷുവർ ദാറ്റ് യുവർ ഓർഡേഴ്സ് ആർ ഗോയിങ് ടു ഇൻക്രീസ് അഗെയിൻ ദ മോർ യു ക്യാൻ ഓട്ടോമേറ്റ് വാട്സാപ്പ്. അതായത് ഈ പിന്നെ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് പോകണം, അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ. വെബ്സൈറ്റിൽ പോയി അവിടെ ആഡ് ടു കാർട്ട് ചെയ്ത് കാർട്ട് പോയി ചെക്കൗട്ട്. അതിന് പകരം വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ടു കാർട്ട് ചെയ്യാം, വാട്സാപ്പിൽ തന്നെ ചെക്കൗട്ട് ചെയ്യാം, വാട്സാപ്പ് പേ ഉണ്ട്, വാട്സാപ്പിൽ തന്നെ പേയ്മെന്റ് ചെയ്യാം. ഈ ഒരു സെഗ്മെന്റ് ആണ് ശരിക്കും നമ്മളിപ്പം മിസ് ഔട്ട് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം ഫുള്ളി കസ്റ്റമേഴ്സിന് നമ്മൾ വെബ്സൈറ്റിലൂടെയാണ് സെയിൽസ് വരുന്നത്. പക്ഷെ there is an opportunity on the other hand through WhatsApp. പക്ഷെ അത് നിങ്ങൾ പല D2C കമ്പനീസ് അത് ചെയ്യാൻ മടിക്കുന്നത് it was too hectic. It is not hectic anymore. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാനുവൽ ഏജൻസിനെ ഇരുത്തേണ്ട ആവശ്യമില്ല. അതായത് ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് സോക്കോ ആണ്. സോക്കോ ആണ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ അകത്ത് സോക്കോ പ്ലസ് ഫ്ലോ ഹിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ ഹിപ്പോ നമുക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കസ്റ്റമർ ഈ ഒരു ഫ്ലോയിലാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആൻസേഴ്സ് കൊടുക്കേണ്ടത്, എന്നിട്ട് ഇങ്ങനെയാണ് അത് ആഡ് ചെയ്യേണ്ടത്. കാറ്റലോഗ് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. പ്ലസ് യു ക്യാൻ ഓൾസോ ഇന്റഗ്രേറ്റ് ChatGPT. ബാക്ക് എൻഡിൽ ChatGPT ഇന്റഗ്രേറ്റ് ചെയ്താൽ ചില പിന്നെ എന്താ പറയാ നമ്മൾ കൊടുക്കാത്ത ഫ്ലോകളിലൂടെ വരും. കസ്റ്റമറിന് വേറെന്തോ ചോദ്യം, അപ്പൊ ChatGPT റിപ്ലൈ ചെയ്തോളൂ. അപ്പൊ അത് ദാറ്റ് ഈസ് റിയലി ടേക്കിംഗ് അപ്പ്. ഓക്കെ, അപ്പം പിന്നെ 15K ഡെയിലി സെയിൽ, അതായത് 5 ലക്ഷം ഫെബ്രുവരി 2022 ആയപ്പോൾ 5 ലക്ഷം സെയിൽ എത്തി. വാട്ട് വാസ് യുവർ സ്പെൻഡ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം? മാർക്കറ്റിംഗ്, പെയ്ഡ് മാർക്കറ്റിംഗ് സ്പെൻസ് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് സ്പെൻസ് അറൌണ്ട് 15 to 20% ഇടയിലായിരുന്നു നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിന് ആ ഒരു സമയത്ത്. അതായത് 1 ലക്ഷത്തിന്റെ അടുത്ത് സ്പെൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അറൌണ്ട് 75,000 to 1 lakh പെയ്ഡ് മാർക്കറ്റിംഗ് സ്പെൻസ് ആണ്. പക്ഷെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. യു ഡോണ്ട് ഹാവ് എൻ ഏജൻസി, യു ഡോണ്ട് ഹാവ് എനിവൺ, യു ആർ ഡൂയിങ്. യെസ്, അതൊക്കെ ഞാൻ സെൽഫ് ലേണിംഗിലൂടെ ചെയ്ത സംഗതിയാണ്. എവിടെയും പോയി അങ്ങനെ അതിനായിട്ട് ഇരുന്ന് പഠിക്കേ
അന്ന് ആ ജസ്ലിന്റെ കോഴ്സിൽ ഒരു ഇനീഷ്യൽ ബേസ് സ്പാർക്ക് കിട്ടിയതല്ലാതെ ബാക്കിയുള്ളതൊക്കെ സെൽഫ് ലേണിംഗ് ആണ്. കറക്റ്റ്. അതിന്റെ അടുക്ക് നമ്മൾ ആഡ്സ് മാനേജറിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 2022 ലാസ്റ്റിലേക്കൊക്കെയാണ് നമ്മൾ ആഡ്സ് മാനേജറിലേക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ബിസിനസ് കുഴപ്പമില്ലാതെ. ഇപ്പൊ എവിടെയാ വന്ന് നിൽക്കണേ? ഇപ്പൊ എത്രയാണ് സ്പെൻഡ്, എത്ര പെർസെന്റേജ് ആണ് സ്പെൻഡ്, എത്രയാണ് സെയില്? ഇപ്പം ശരിക്കും നമ്മള് കഴിഞ്ഞ ഒരു വർഷം മുതല് നമ്മൾ ഇൻസ്റ്റോറിലും സെയില് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന നിങ്ങളെ സ്റ്റോറിലാണ്. കഴിഞ്ഞ വർഷമാണ് ഇത് ഓപ്പൺ ചെയ്ത്. പക്ഷെ കഴിഞ്ഞ വർഷമല്ല, 2 വർഷമായി നമ്മളിപ്പം ഈ സ്റ്റോർ ഈ ഓഫ്ലൈൻ ആയിട്ടും തുടങ്ങിയിട്ട്. ഇനീഷ്യലി നമുക്ക് കസ്റ്റമേഴ്സ് വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ അതിനുവേണ്ടി തുടങ്ങിയതല്ല. അതെ, ഒരു വെയർ ഹൗസ് സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും നമ്മൾ ഓഫീസ് ഡിസൈൻ ബിസിനസ് അതാണല്ലോ. അതെ അതെ. അപ്പൊ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഒരു സെന്റർ. അതെ, എനിക്ക് തോന്നുന്നു ഒരു മെയ് 2022ലാണ് നമ്മള് ഓഫ്ലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റോർ എന്ന് പറയാൻ പറ്റൂല ആക്ച്വലി. ഇത് ആക്ച്വലി നിങ്ങളൊരു സ്റ്റോറേജ് ഏരിയ, പാക്കിംഗ് ഒക്കെ ഏരിയ ആയിരുന്നു. ഓക്കെ, അതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അന്നപ്പം കസ്റ്റമേഴ്സ് ഇത് തുടങ്ങാൻ കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ഹിജാബ് ചോദിച്ചിട്ട് ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങാൻ തുടങ്ങി. അതായത് നമ്മളിങ്ങനെ ഒരു സ്റ്റോർ ഉണ്ട്, കുന്നമംഗലത്താണ് നിങ്ങളെ സ്ഥലം, ഞങ്ങൾക്ക് അവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അന്ന് നമ്മള് വീട്ടിൽ നിന്നാ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ അങ്ങോട്ട് അടിച്ചു കയറിയിട്ടുണ്ട്. അതെ, അടിച്ചു കയറിയിട്ടുണ്ട്. എത്ര കെ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. എത്ര കെയാ ഇപ്പം 110K. 110,000 ഫോളോവേഴ്സ് ഉണ്ട്. അതെ അതെ, ആ ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അന്നപ്പം പിന്നെ ഇവിടെയും സെയിൽ ഉണ്ടായി തുടങ്ങി. ആൾക്കാർ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് വാങ്ങാൻ തുടങ്ങി. അന്നപ്പോ നമ്മള് എന്തായാലും പിന്നെ വേറെ ഒന്നുണ്ട്. ആദ്യം നമ്മളൊരു ചെറിയ റൂമില്, എനിക്ക് തോന്നുന്നു 150 സ്ക്വയർ മീറ്റർ ഉള്ള റൂമില് 4 ഷെൽഫ് വെച്ച് സെറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ അവിടെ സാധനം നിറയാൻ തുടങ്ങി. അവിടെ സാധനം നിറഞ്ഞ് പിന്നെ അപ്പുറത്തെ റൂമിലേക്കായി, വേറെ റൂമില് സാധനം നിറയാൻ തുടങ്ങി. മൂന്നാമത്തെ റൂമിലും സാധനം നിറയാൻ തുടങ്ങിയപ്പോ സ്റ്റോക്ക് വേണല്ലോ, കാരണം നമ്മൾ അങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എന്തായാലും സ്റ്റോറിലേക്ക് മാറ്റാം. ഇനി വീട്ടിൽ നടക്കൂല. അങ്ങനെ ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെയാണ് ചെയ്യേണ്ട ബിസിനസ്. സോ ദാറ്റ് യു ഡോണ്ട് സ്പെൻഡ് എ ലോട്ട് ഓൺ ദ ഗോ, യു ലേൺ ഹൗ ടു ഡു ദിസ്. അതെ അതെ. അന്നപ്പോ നമ്മള് പിന്നെ സ്റ്റോർ ഷിഫ്റ്റ് ചെയ്തു. ആദ്യം ഈ ഒരു 4 റൂമില് എനിക്ക് തോന്നുന്നു 800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂമിന്റെ. അപ്പൊ ഇതില് നമ്മൾ ആദ്യം വെയർഹൗസ് മോഡലില് സ്റ്റോർ സെറ്റ് ചെയ്തു. പിന്നെ അന്നപ്പോ ഇവിടെ ആൾക്കാർക്ക് വന്ന് വാങ്ങാനുള്ള സൗകര്യം. ഞാനും ഇവിടെ വന്ന് വാങ്ങിക്കലുണ്ട്. അതെ അതെ, ഈ ഷാനും വന്നിട്ട്, ഷാനും ഫാമിലി, അങ്ങനെ ഫ്രണ്ട്സ് അല്ലാത്ത കസ്റ്റമേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഉദ്ഘാടനം പോലും നടത്തിയിട്ടില്ലല്ലോ. നമ്മള് പിന്നെ ഇൻസൈഡ് ഫാമിലി ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ കേറിയതാണ്. ഒരു സംഭവം ആക്കിയിട്ടില്ല. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഒരു സംഭവമായിരിക്കും ഉദ്ഘാടനം. പക്ഷെ ഫറാൻ വരുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിന് ആദ്യം സെയിൽസ് ഒക്കെ ഉണ്ടാക്കി, കച്ചവടമൊക്കെ ഉണ്ടാക്കി, പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി, ആവശ്യം വന്നപ്പോൾ ഇനി നമുക്കൊരു സ്റ്റോർ വേണം. അതെന്നെ പുറത്തേക്കുള്ളവർക്കല്ല, ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ആൾക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി. ഫാമിലി സർക്കിളിലെ ആൾക്കാർ തന്നെ ഇവിടെ വന്ന് വാങ്ങാൻ തുടങ്ങി. അല്ലാത്തവരും ചിലര് വന്ന് ചോദിച്ച് സ്ഥലത്ത് വന്ന് വാങ്ങാൻ തുടങ്ങി. നമ്മളെ ഡിസ്പാച്ച് ഡെയിലി നടക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു 2023 നമ്മളൊരു അഡീഷണൽ സ്റ്റാഫിനെ ഫസ്റ്റ് ഹയർ ചെയ്ത്. അതെ, അതുവരെ നമ്മളെ ഫാമിലി, പിന്നെ അനിയത്തിമാരും, എന്റെ വൈഫ്, ഞാന്, സിസ്റ്റേഴ്സ്, ഇവരാണ് മെയിൻലി ഇതിന് ഒപ്പിക്കലാണ്. അതായത് പിന്നെ അവരെ സപ്പോർട്ടാണ് കൂടെ. ആ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര സെയിൽ ഉണ്ടായിരുന്നു മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി, വാട്ട് എവർ? മന്ത്ലി അറൌണ്ട് 300 to 500K ഇടയിലാണ് നമ്മളെ സെയില്. അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതലേ ആ ഒരു റേഞ്ചിലാണ് നമ്മളെ സെയില് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവരെയും കൂട്ടി നമ്മൾ ഈ വളരെ ലോ ഇതിലുള്ള ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല്, നമ്മളൊരു മൂന്നാളെ വെച്ചിട്ടാണ് ഈ ഒരു 500-600K സെയില് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, 5-6 ലക്ഷത്തിന്റെ ഒരു 3 ആള്, പിന്നെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് 3 ആള് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പാക്കിംഗ് ചിലപ്പോ ഒരു 2-3 hours ടാസ്ക് ആയിരിക്കും ഉണ്ടാവുക.
അല്ലാതെ ഫുള്ളി ഓൺലൈൻ ഓട്ടോമേഷൻ നമ്മൾ ബിസിനസ് ഓട്ടോമേഷൻ ഇതിൽ നടത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്ത് നമുക്ക് ഈ ഒരു 3 ആളെ വെച്ചിട്ട് ഈ ഒരു റവന്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേ വാട്സപ്പിലാണ് നമുക്ക് ശരിക്കും ഇത്ര മാൻ പവർ പോരാ. ഫറാൻ തന്നെ ഫുള്ളി അതെ അതെ അതെ. മറ്റേത് ഇത് ആകുമ്പോ ഉള്ള സുഖം എന്താന്ന് വെച്ചാല് നമുക്ക് മെയിൻലി നമുക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ ക്രിയേഷൻ, കണ്ടന്റ് ക്രിയേഷൻ, പർച്ചേസിങ് ഇതിലേക്ക് നമുക്ക് മോർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ്. ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബിസിനസ് ആണ് നമുക്ക് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു സ്റ്റേജിലുള്ളത്. ഇപ്പൊ നമുക്ക് വന്ന ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എപ്പോ ചെയ്യുന്ന സമയത്തും നമ്മൾ ഇപ്പം പൊതുവെ ബജറ്റ് കൂട്ടുന്ന സമയത്ത് നമ്മളെ 30% പെർഫോമൻസ് മാർക്കറ്റിംഗ് ആഡ് സ്പെൻഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ബജറ്റ് കൂട്ടുന്ന സമയത്ത് അതെന്താവാണ് 50%ലേക്ക് അതായത് അത് പിന്നെ അതിലൊരു അതിന്റെ ROI കുറയും. അതെ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് കൂടുതൽ ആ ഒരു പെർസെന്റേജ് ഓഫ് ബിസിനസ് എന്ത് വരുന്നില്ല, ആ ഒരു ഇപ്പൊ ഇപ്പൊ ഈ ഇടയായിട്ട് വരുന്നില്ല. ആ ഒരു ബിസിനസ് പ്രോബ്ലം നമ്മളിപ്പം ഫേസ് ചെയ്യും. പക്ഷെ ഇപ്പോഴും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആക്ച്വലി ഇപ്പൊ ഏതിലൂടെയാണ് വരുന്നത്? ഏത് ചാനലിലൂടെയാണ് വരുന്നത്? നമുക്ക് പിന്നെ മെയിൻലി ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ആണ് നമ്മൾ. അത് ഓർഗാനിക് ആണോ അല്ലെങ്കിൽ പെയ്ഡ് മാർക്കറ്റിംഗ് കാരണമാണോ വരുന്നത്? അത് പെർഫോമൻസ് മാർക്കറ്റിംഗും ഉണ്ട്, ഓർഗാനിക്കും ഉണ്ട്. ഓർഗാനിക് പക്ഷെ അത് എപ്പോഴെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഓർഗാനിക് എത്ര, പെർഫോമൻസ് മാർക്കറ്റിംഗ് കാരണം എത്ര? ഞാൻ ഇതുവരെ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്താലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം യു ക്യാൻ സ്പെൻഡ് മോർ ഓൺ ഓർഗാനിക്. ഇപ്പൊ ഓർഗാനിക് ആണ് നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. മേ ബി യു ഹാവ് ടു സ്പെൻഡ് ഓൺ കണ്ടന്റ്, മേ ബി യു ഹാവ് ടു സ്പെൻഡ് ഓൺ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ അത് അറിയണം. പ്ലസ് SEO ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. SEO നമ്മള് പിന്നെ ഷോപ്പിഫൈ ആണ് ചെയ്യുന്നത് കൊണ്ട് അതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ഒരു SEO ഉള്ളത് കൊണ്ട് SEO ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. അത് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഷാം പറഞ്ഞ ആ ഒരു ഡ്രോബാക്ക് നമ്മൾ ചെയ്യുന്നിടുന്നുണ്ട്. കാരണം ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് സ്റ്റോർ ഉണ്ടായതുകൊണ്ട് ഈ ഏരിയ ഇതുവരെ നിങ്ങൾ സ്വന്തം ഏരിയയിൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. യു ആർ സ്റ്റിൽ സെല്ലിംഗ് ഇൻ ഹൈദരാബാദ്, ബോംബെ, ആ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. നമ്മളെ കസ്റ്റമേഴ്സ് മെയിൻലി നോർത്ത് നിന്നാണ്. നമ്മളെ കസ്റ്റമേഴ്സ് മെയിൻലി അതെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എവിടുന്നാന്ന് ചോദിച്ചാൽ വി വുഡ് സേ ഹൈദരാബാദ്. അങ്ങനെയാണ്. നാട്ടുകാർക്ക് അപ്പൊ ഇപ്പോഴും അറിയൂല ഫറാൻ എന്ത് കച്ചവടാ ശരിക്കും ചെയ്യുന്നത്. നമ്മളെ അത് ശരിയാണ്. കാരണം ഈവൻ നമ്മളിപ്പോ ഇവിടെ നമ്മളെ പുറത്തുനിന്ന് നമ്മളെ ഷോപ്പ് കണ്ടാല് ഇതൊരു പിന്നെ അബായന്റെയും ഹിജാബിന്റെയും സ്റ്റോർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ലേശം. കാരണം നമ്മള് പിന്നെ ഒരു വെയർ ഹൗസ് മോഡലിലായിരുന്നല്ലോ ഇത് ഡിസൈൻ ചെയ്തത്. കറക്റ്റ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇത് ഐഡന്റിഫൈ. ഈവൻ ഇവിടെ വന്നാൽ ഇത് ഇവിടെ എത്ര ഹിജാബ് ഉണ്ടോ. ഞാനിപ്പോ ഇവിടെ വളരെ കൂടി സ്റ്റോക്കിൽ പല സാധനങ്ങൾ മോഡസ്റ്റ് വെയർ ആക്കി മാറ്റിയില്ല. അതെ അതെ അതെ. നമ്മള് എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ലാസ്റ്റ് ഈദ്, അതായത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ മുതൽ നമ്മൾ എന്ത് ചെയ്തു, ടോപ്സ്, പിന്നെ പാൻസ്, ഇന്നവേഴ്സ്, അങ്ങനെ കുറച്ചും കൂടി അഡീഷണൽ SKUs നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തിട്ടുണ്ട്. കാണാണ്ട് എനിക്കിവിടെ സ്റ്റോക്കിൽ കാണാണ്ട്. അത് ബിസിനസ് പിന്നെ ആൾക്കാരെ വന്ന് ഓരോ റിക്വയർമെന്റ് പറയുന്നേരം നമ്മൾ അതിനനുസരിച്ച് ഓരോ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാറാണ്. പിന്നെ നമ്മൾ എപ്പോഴും പിന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം നല്ല പ്രോഡക്ട്സ് ഗുഡ് പ്രൈസിംഗിൽ കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ മിക്ക പ്രോഡക്ട്സ് നമ്മൾ ഇവിടെ ചെയ്യുന്നതും ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ് മെയിൻലി ഇവിടെ ഉള്ളത്. കറക്റ്റ്. അപ്പം പിന്നെ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ നമ്മളെ കസ്റ്റമർ സർവീസ്, നമ്മളെ ഇപ്പൊ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, പീപ്പിൾ ആർ വെരി ഹാപ്പി വിത്ത് അവർ സർവീസ്. നമ്മള് പക്ഷെ എനിക്ക് തോന്നുന്നത് there is a lot you can do. Yes. കാരണം 30% ആണ് നിങ്ങളെ പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്പെൻഡ്. ഐ സ്പെൻഡ് ഓൺലി 5%. എന്റെ സ്റ്റോഴ്സിൽ ഞാൻ 5%. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് SEOയിലൂടെയാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ഓർഗാനിക്കിലൂടെയാണ്. തേർഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ് വരുന്നുള്ളൂ. അപ്പൊ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഇൻബിൽഡ് SEO ആണ് ചെയ്യുന്നത്. യു ഹാവ് ടു ആക്ച്വലി ഹയർ എ
solid SEO person, I guarantee you, if you spend that for the next 6 months, it is going to be your biggest channel. I can see an opportunity there. Like, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. yes, exactly. ഈവൻ ഇഫ് യു സ്റ്റോപ്പ് സ്പെൻഡിങ്, യു ടേക്ക് സം മണി, കുറച്ച് പൈസ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് എടുത്ത് SEOയിൽ സ്പെൻഡ് ചെയ്താലും ഇറ്റ് ഈസ് ഒരു ഡൗട്ടും ഇല്ല, 0 ഡൗട്ട് ഇറ്റ് വിൽ വർക്ക്. കാരണം എന്താ പറയുക, അത് സസ്റ്റൈനബിൾ ആ. യു ഡോണ്ട് ഹാവ് ടു കീപ് സ്പെൻഡിങ്. അതായത് SEOന് ഇങ്ങനെ സെയിൽ വന്നുകൊണ്ടേ ഇരിക്കും. അതായത് ഗൂഗിളിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സെയിൽ വരും. പിന്നെ നിങ്ങൾ ഓർഗാനിക് കൂട്ടുക. കാരണം പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇല്ല പ്രശ്നമാണ്, എവ്രിബഡി നോസ് പെർഫോമൻസ് മാർക്കറ്റിംഗ് നാവും. അപ്പം എന്ത് ചെയ്യും, ബിഡ്സ് ഒക്കെ കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റില്ല. ആ ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ കളിക്കേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു ബ്രാൻഡിങ് മേൽ, കണ്ടന്റ് മേൽ, SEO മേൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. ഞാൻ ഏത് സ്റ്റോർ തുടങ്ങണം, ആദ്യം ഞാൻ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് കംപ്ലീറ്റ് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുക, മേ ബി 50% ഓഫ് ദ സെയിൽസ്. പക്ഷേ എന്ത് ചെയ്യും, ആ ഡേ 1 തന്നെ SEO മേൽ സ്പെൻഡ് ചെയ്യും, കണ്ടന്റ് മേൽ സ്പെൻഡ് ചെയ്യും. ബൈ ഡേ 365 പെയ്ഡ് മാർക്കറ്റിംഗ് വിൽ കം ഡൗൺ, കണ്ടന്റ് ആൻഡ് SEO വിൽ ബ്രിങ് ദ മോസ്റ്റ് ഓഫ് ദ സെയിൽസ്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ അത് ലോങ് ടേം സ്ട്രാറ്റജിയാണ്, ഷോർട്ട് ടേമിൽ ഒരു റിസൾട്ടും കിട്ടൂല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാർ കണ്ടന്റ് മേൽ പലരും ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, SEO മേൽ സ്പെൻഡ് ചെയ്യാത്തത്. ഇത് 6 മാസം കഴിയും, 12 മാസം കഴിയും. ബട്ട് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഇൻക്രീസ് യുവർ പെയ്ഡ് മാർക്കറ്റിംഗ് സ്പെൻഡ് ബിയോണ്ട് എ പോയിന്റ്. കാരണം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. പക്ഷെ SEOയിൽ സ്പെൻഡ് ചെയ്ത ദാറ്റ്സ് മീൻസ് അതൊരു ഹാക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അതിന് പിന്നെ എന്താ പറയുക, ത്രാണി വേണം കാത്തു നിൽക്കാൻ. 6 മാസം 12 മാസം കാത്തിക്കണം. പക്ഷെ വൺസ് ദാറ്റ് സ്റ്റാർട്ട്സ് ഹിറ്റിംഗ്, അപ്പം അറിയാം ഇത് സാധനം വർക്ക് ചെയ്ത്. ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ്. ആൻഡ് നൗ യു ഹാവ് ഓഫ്ലൈൻ സ്റ്റോർ. ഇനി ചെയ്യുന്നതിന് ലിമിറ്റ്ലെസ് ആ ആക്ച്വലി. അപ്പം എനിവേസ്, സോ ഐ തിങ്ക് that is where we conclude. I think you should start WhatsApp marketing tool. You should definitely spend on SEO. You should increase spend on influencer marketing. പിന്നെ ആ സ്പെൻഡ് ഉണ്ടല്ലോ, ആ സ്പെൻഡ് എവിടുന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. I think you will definitely double the business. Inshallah, we look forward in, നമ്മളെ എയിം എന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ബ്രാൻഡ് അല്ല എന്നുള്ളതാണ്. സോ ഒരു ഡൗട്ടും ഇല്ല. അതെ, because I can see a good opportunity for selling our products, because we do mainly concentrate on high value അല്ലെങ്കിൽ നല്ല quality, good quality products. Correct. So people are there to buy it. So see, ഞാൻ ഈവൻ പറയാ, നിങ്ങൾക്ക് ഹൈദരാബാദിന് ആ സെയിൽ വരുന്ന വെച്ചാൽ ആക്ച്വലി നിങ്ങൾ ഓഫ്ലൈൻ സ്റ്റോർ എവിടെയാണ് ഉണ്ട്? ഹൈദരാബാദ്. You should put in ഹൈദരാബാദ്. Exactly. പക്ഷേ അഗെയിൻ അതൊരു കംഫർട്ട് സോൺ ആണല്ലോ. Yes. You have kids, you have family to look after, you cannot now go to ഹൈദരാബാദ്. പക്ഷേ ഇത് കാണുന്ന ആരെങ്കിലും ഹൈദരാബാദ് ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ്, RF അബായാസിന്റെ ഒരു സ്റ്റോർ ഹൈദരാബാദ് ഇടാനുള്ള ഡെഫിനറ്റ്ലി ചാൻസ് ഉണ്ട്. You can actually contact Farhan and figure this thing out. You know that there is a chance to introduce WhatsApp marketing tool for him. You also know that SEO അവർക്ക് ആവശ്യമുണ്ട്. ഇവിടെ വന്ന് ശരിക്കും പിച്ച് ചെയ്താൽ he is definitely going to support you because he is not able to do everything. Yes, exactly. നിങ്ങളാണ് അതിന്റെ കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. എനിവേസ്, അപ്പോളെ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ SEOക്ക് നിനക്ക് ആള് വേണം. You can actually do much better in content. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനേലും നമ്മൾ നോക്കുന്നുണ്ട് ശരിക്കും, നല്ല ഡീപ്പായിട്ട് നോക്കുന്നുണ്ട്. നമ്മളെ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം പിന്നെ ആർ യു ട്രൈങ് ടു എക്സ്പാൻഡ്? യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ UAE സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്, UAE എക്സ്പാൻഡ് ചെയ്യാൻ. കാരണം ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഓർഡേഴ്സ് ഇന്റർനാഷണലി വളരെ കുറച്ച് ഓർഡേഴ്സ് ആണ്. നാളും വന്നിട്ടുമുണ്ട്, നമ്മൾ ഷിപ്പ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതിൽ ഷിപ്പിംഗ് കോസ്റ്റ് ഭയങ്കര ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു 1000 rupees പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 തന്നെ മിനിമം ചിലപ്പം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഷിപ്പ് ചെയ്യാൻ. കറക്റ്റ്. പക്ഷെ ഈ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ UAE എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച് ഇട്ടിട്ട് പിന്നെ മിഡിൽ ഈസ്റ്റ് അക്രോസ് ഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ UAE തുടങ്ങിയാല്, അത് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയി എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ദമാമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ കൊറിയർ കമ്പനീസ് ആയിട്ട് ടൈ അപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ
ദുബായിലേക്കും ഖത്തറിലേക്കും ഒക്കെ ഷിപ്പ് ചെയ്യാറുണ്ടായിരുന്നു സാധനം. അപ്പൊ അത് ഒരു കൊറിയർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ക്രോസ് ബോർഡർ കമേഴ്സ്. യെസ്, എക്സാക്ട്ലി. ആ ഒരു ഇത് മൈൻഡിലുണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റും. ദുബായിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ GCC ഷിപ്പ് ചെയ്യാം. കാരണം പിന്നെ നൂൺ ദുബായിൽ വർക്ക് ചെയ്യുന്ന റൈറ്റ്. അതെ, ദുബായ് കമ്പനിയാണ്. പക്ഷെ അവര് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവര് സൗദിയിലേക്കും എല്ലായിടത്തേക്കും ദുബായിന് ഷിപ്പ് ചെയ്യാനായിരുന്നു. ഈവൻ ഫോർ ദാറ്റ് കേസ് ആമസോൺ സ്റ്റിൽ ഷിപ്സ് ടു ഖത്തർ. അതെ, ഖത്തറിൽ സെറ്റപ്പ് ഒന്നുമില്ല. അന്നപ്പം പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് എന്തായാലും ഒരു ഫെയർ ഷിപ്പിംഗ് പ്രൈസ് ആയതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് അത് വാങ്ങുന്നത്. സോ നമ്മളും ആ ഒരു ലെവലില് ചിന്തിക്കുന്നുണ്ട്. ഇഫ് we expand to Dubai, we can, because we have the products. Correct. എല്ലാം sorted out ആണ്. You have to just find the, ഞാൻ പറയാ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫറാനിപ്പം പോസിബിൾ അല്ല. പക്ഷെ you can actually have a partner there. Yes. You will do everything. They have to just get it done. Right. അപ്പം അതും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇഫ് എനിവൺ ഈസ് ഇൻട്രസ്റ്റഡ്, പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് ഫറാൻ. പിന്നെ they will contact on your Instagram page. Yes, fine. കാരണം ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. പിന്നെ there's a lot of opportunity. അപ്പൊ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികളൊക്കെ കാണുമ്പോൾ എല്ലാവരും എടുക്കുക. I'll sum this up. ഈ എപ്പിസോഡ് ഫറാന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ ഈ പോഡ്കാസ്റ്റ് പുറത്തു വരുന്നതിൽ. ആൻഡ് അഗെയിൻ ദുബായിൽ തുടങ്ങാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ആക്ച്വലി റിലീസ് ഉണ്ട്. സോ ബിഫോർ ഈ പോഡ്കാസ്റ്റ് ഔട്ട് ആവുന്നതിന് മുമ്പ് അത് ഔട്ട് ആവും. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഈ പോഡ്കാസ്റ്റ് ഔട്ട് ആവുന്നതിന് മുമ്പ് വാട്ട് ഐ തിങ്ക് ഇസ് സംബഡി ഈസ് ഗോയിങ് ടു കോൺടാക്ട് യു ഫ്രം ദുബായ് ടു ആസ്ക് യു ഹൗ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ. അത് ഞാൻ വിശ്വസിക്കുന്നു. സോ അടിപൊളി. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരാളെ പിന്നെ കൂടെ ഡിസ്കഷൻ ഇ കൊമേഴ്സിനെ പറ്റി സംസാരിക്കാൻ ഇത് എൻ്റെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. എനിക്ക് തോന്നുന്നത് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് പോഡ്കാസ്റ്റ് വി ഹാവ് ഡൺ യെറ്റ്. ലെറ്റ്സ് സീ ഇഫ് ദാറ്റ് ഹാപ്പൻസ് ഓർ നോട്ട്. സോ ഇനി 12 ലക്ഷം ആയതിനു ശേഷം നമുക്ക് വീണ്ടും ഒരു പോഡ്കാസ്റ്റ് കൂടി ചെയ്യാം. എക്സാക്ട്ലി. ആൻഡ് ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ്. ഈ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് കണ്ണെന്ന് വരെ വെള്ളം വന്നു. ഷാൻ എന്നെ വിളിച്ചല്ലോ. ഈ പണ്ടത്തെ പരിപാടികളൊന്നും നിർത്തിയിട്ടല്ലേ ആളെ ടോപ്പാക്കണ. എന്നെ വിളിച്ചല്ലോ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ ഇതുവരെ എനിക്കൊരു പ്ലാറ്റ്ഫോമും കിട്ടിയിട്ടില്ല. എന്നപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ്. ഇതിന്റെ ഔട്ട്കം അല്ല ശരിക്ക് ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതായത് ഇത് എങ്ങനെ വരും എന്നുള്ളതല്ല എനിക്ക് അറിയാം. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ദ പ്രോസസ്. അതായത് നമ്മൾ ഇരുന്നു, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എനിക്ക് എന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഭയങ്കര ലൈഫിൽ കിട്ടുന്ന ഒറ്റ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നീ എന്നെ വിളിച്ചപ്പം എടാ നമുക്ക് ചെയ്യടാന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ വേറെ ഒന്നും ശരിക്കും ഇല്ലാന്ന് എന്റെ മനസ്സ് പറയാൻ സമ്മതിച്ചിട്ടില്ല. സംഗതി ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതപ്പോ ഇല്ലാന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഞാനും നോക്കുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതപ്പോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ ഉള്ളൂ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂലേ. ഗോ ഹെഡ്. ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അത് വന്നു കഴിഞ്ഞാലാണ് അറിയാം. ഇതിന്റെ ഔട്ട്കം എന്താന്ന് എനിക്ക് ഏകദേശം അറിയാം. യു ആർ ഗോയിങ് ടു ഗെറ്റ് ട്രോൾഡ്. പക്ഷെ ദാറ്റ് ഈസ് ഫൈൻ. ബിക്കോസ് ആൾക്കാർ ഞാൻ മനസ്സിലാക്കിയോളൂ നമ്മളെ നെറ്റ്വർക്ക് നോബഡി നോസ് ആക്ച്വലി വാട്ട് യു ഡു. Exactly. And how big you are doing it. Yes. And this is the first time that you are coming out in the open. Yes. അപ്പൊ എനിവേ അമേസിംഗ്. പിന്നെ നോക്കുക എന്താവുന്നില്ലേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷാൻ. പിന്നെ 2 അപായം എടുത്തിട്ടോടാം. Yes. Okay.